ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഏത് വിധേനയും ചർച്ചയ്ക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഷഹബാസ് ഷെരീഫ് ആണെന്നുണ്ടെങ്കിൽ ട്രംപിന് ഭയങ്കരമായിട്ടുള്ള അഷുറൻസ് കൊടുത്തിരിക്കുകയാണ് ഇറാൻ എത്തും എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഗാലിബാഫ് ഇറാന്റെ ഉള്ളിൽ ഗാലിബാഫ് കൃത്യമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് വിയോജിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൊളിറ്റിക്കൽ ടീമും അതുപോലെ തന്നെ IRGCയും ഈ രണ്ട് ടീമുകളും തമ്മിൽ ഇറാന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള റൈവലറിയാണ് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് മറ്റൊരു മീഡിയയിലും നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ തുടരെ ഇത് ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വിഷയം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇറാന്റെ ചില തൽപര കക്ഷികളായിട്ടുള്ള മീഡിയ IRGCക്കൊപ്പം ചേർന്ന് തീവ്ര നിലപാടുള്ള ആശയക്കാർ അവര് ഈ അമേരിക്കയുമായിട്ടുള്ള എഗ്രിമെന്റ് വേണ്ട എന്നുള്ള തരത്തിൽ ഒരു പ്രൊപ്പഗണ്ട അടിച്ചിറക്കുന്നതായിട്ടുള്ള പ്രസ്താവന ഗാലിബാഫ് പറയുന്നുണ്ട്. ഗാലിബാഫ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പം വെട്ടിത്തുറന്ന് പറയുകയാണ്. അപ്പൊ ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന ആ പടലപ്പിണക്കങ്ങൾ പൊതുസമൂഹം അറിയുന്ന രീതിയിൽ കാര്യങ്ങൾ ഇപ്പം ഒരു പിളർപ്പിലേക്ക് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് ഗാലിബാഫിന് പാകിസ്ഥാനിലേക്ക് എത്തണം. ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള 80 അംഗ സംഘമാണ് പാകിസ്ഥാനിലേക്ക് ഇതിനു മുമ്പുള്ള ചർച്ചയ്ക്ക് എത്തിയത്. അപ്പൊ അവർ അതിന്റെ കണ്ടിന്യൂവേഷന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വീണ്ടും പാകിസ്ഥാനിലേക്ക് എത്തണം എന്നുള്ള താല്പര്യമാണ് ഗാലിബാഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഉള്ളത് ഇറാന്റെ ഉള്ളിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഗാലിബാഫിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഗാലിബാഫ് ഉദ്ദേശിക്കുന്നുള്ളത്. ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ അതേപോലെ തന്നെ ഇറാനിലുള്ള പല മാധ്യമങ്ങളും IRGCയെ, അത് തീവ്ര നിലപാടുള്ള ആശയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇത് അബ്ബാസ് അറക്ചി ആയിക്കോട്ടെ, അതേപോലെ തന്നെ മസൂദ് പെസസ്കിയാൻ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഉള്ളത് പൊളിറ്റിക്കൽ താല്പര്യങ്ങളാണ്. ആ പൊളിറ്റിക്കൽ താല്പര്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഗാലിബാഫ് ഒരു ഡോമിനേഷൻ, അതായത് ഈ പൊളിറ്റിക്കൽ വോട്ടിംഗ് പാറ്റേൺ ഉള്ള ഈ ഡെമോക്രറ്റിക് സംഗതിക്കാണ് ഏറ്റവും കൂടുതൽ ഇറാന്റെ ഉള്ളിൽ പ്രാധാന്യമുള്ളത്. ഈ IRGC ഇത്രയും നാളും ഇറാനിയൻ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ മസൂദ് പെസസ്കിയാൻ പോലത്തെ ആൾക്കാരെയൊക്കെ എലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഡെമോക്രാറ്റിക് രീതിയിലാണ് ഭരണം നടത്തുന്നത് എന്നുള്ള തരത്തിൽ ആക്കി തീർക്കുകയും, കാരണം ആഗോളതരത്തിൽ ഡെമോക്രസിക്കാണല്ലോ ഒരു വെൽക്കമിങ് ഉള്ളത്, ജനങ്ങളാണല്ലോ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള തരത്തിലൊന്ന് ആക്കി തീർക്കുകയും, എന്നാൽ കംപ്ലീറ്റ് കൺട്രോളും IRGC നയിക്കുന്ന ഈ മതഭരണകൂടം ക്ലറിക്സ്, ഈ IRGC ക്ലറിക്സ്, ഈ മുല്ലകളാണ് കംപ്ലീറ്റ് ഭരിക്കുന്നത് അവിടെ. അപ്പം ഈ ഒരു ഭരണകൂട ശൈലി മുഹമ്മദ് ഗാലിബാഫ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ സ്ഥാനം വിട്ടൊഴിയുമെന്നാണ് പറയുന്നത്. വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമാണ്. ഈ വാർത്തകളൊക്കെ വളരെ ഹോട്ട് ടോപ്പിക്കായിട്ട് ഇറാന്റെ ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് 2-3 പേരുടെ പേര് വിവരങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത് ഈ ചർച്ച, ഇറാന്റെ ആദ്യഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ ലീഡ് ചെയ്ത ആൾക്കാരുടെ പേര് 2-3 പേര് സ്പെസിഫിക് ആയിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഈ പേരുകളൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടേക്കാം. Ghalibaf, who also lead Iran's team, the latest negotiating with Washington, described figures including Saeed Jalili, a member of Iran's National Security Council. അതുപോലെ ഹാർഡ്ലൈൻ ഇറാനിയൻ MP അമീർ ഹുസൈൻ സെബറ്റി, എക്സ്ട്രീമിസ്റ്റ് മിലീഷ്യ ലൈക്ക് അക്രോസ് ഹൂ വുഡ് ഡിസ്ട്രോയ് ഇറാൻ. അതായത് എക്സ്ട്രീമിസ്റ്റ് മിലീഷ്യ ഗ്രൂപ്പുകളുടെ ലീഡറായിട്ടുള്ള ആളെ വരെ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. Ghalibaf also voiced concern about being removed from the speakership and about Foreign Minister Abbas Arakchi being pushed out of office. അതായത് ഈ ഹാർഡ്ലൈൻ ഗ്രൂപ്പിലുള്ള IRGC മെമ്പേഴ്സ് ഈ ഗാലിബാഫിന്റെ സ്പീക്കർ സ്ഥാനത്തിന് മാത്രമല്ല അബ്ബാസ് അറക്ചി വരെ ഫോറിൻ മിനിസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇറാന്റെ ഉള്ളില് ഈ തീവ്ര നിലപാടുള്ള IRGC മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്നും പറയപ്പെടുന്നത്. അതിനെതിരെ കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗാലിബാഫ് ആ സ്ഥാനം വിട്ടൊഴിയാൻ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗാലിബാഫിന്റെ നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ചർച്ചയ്ക്ക് പോകുക എന്നുള്ളതിൽ നമ്മൾ ആ ചർച്ചയുടെ കണ്ടീഷൻസ് മൊത്തം അംഗീകരിക്കുക എന്നുള്ള മീനിങ് അല്ലല്ലോ. ജസ്റ്റ് ആ ചർച്ചയ്ക്ക് ഒന്ന് പോയി നോക്കാമല്ലോ, ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാലോ എന്നുള്ളൊരു ഹോപ്പാണ് ഗാലിബാഫ് മുന്നോട്ട് വെക്കുന്നത്. അത് അംഗീകരിക്കാമെന്നല്ല, അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയും വേണ്ട എന്നുള്ളതാണ് തീവ്ര നിലപാടുള്ള IRGCയുടെ നിലപാട്. എനിവേ, ഇത് എങ്ങനെ കലങ്ങി തെളിഞ്ഞ് ഈ ചർച്ചയിലേക്ക് നാളെ ഇവർ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പം വളരെ ക്രൂഷ്യലായിട്ട് അമേരിക്ക ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇറാന് ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ സാധിക്കുകയില്ല. അതിന് കാരണമായിട്ട് ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത് എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുകയാണ് ഇസ്രായേൽ. പുതിയ മിസൈലുകൾ നിർമ്മിക്കാൻ ഇറാനെ കൊണ്ട് സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നലെ
ഇറാന്റെ IRGC ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ റെഡിനെസ്, അവർ വീണ്ടും ആയുധങ്ങൾ സ്വരുക്കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അവർ ഇന്നലെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന രീതിയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ, വലിയ വലിയ മിസൈൽ ലോഞ്ചറുകളിൽ ഘടിപ്പിക്കുന്ന വീഡിയോസ് ഒക്കെ അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെയുള്ള ഷിപ്പിംഗ് ഏതാണ്ട് പൂർണ്ണമായിട്ട് നിശ്ചലമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിലൂടെ ഷിപ്പിംഗ് വളരെ വളരെ കുറഞ്ഞ രീതിയിലാണ് നടക്കുന്നത്. 1-2 സ്പെഷ്യൽ ഷിപ്പുകൾ മാത്രമാണ് അതിൽ കടന്നുപോയിട്ടുള്ളത്. ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ വിജനമായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയുടെ 10 ഷിപ്പുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇന്ത്യയുടെ 10 ഷിപ്പുകൾ ഈ കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് ഇന്ത്യൻ ഷിപ്പുകൾക്ക് നേരെ വെടിയുതിർത്ത ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ആ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ 10 ഷിപ്പുകൾ അതിനുശേഷം കടന്നു പോയിട്ടുണ്ട് എന്നുള്ള വാർത്ത റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റോയിട്ടേഴ്സ് റിപ്പോർട്ട് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട, തീർച്ചയായിട്ടും ഇന്ത്യയുടെ സോഴ്സും കൂടി നമ്മൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പ്രാഥമികമായിട്ട് റോയിട്ടേഴ്സ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഇറാൻ എടുക്കും, ഇറാനും ഇന്ത്യയും തമ്മിൽ 5000 years ഓൾഡ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ള തരത്തിൽ ഇന്ത്യക്കുള്ളിൽ ഇറാനിയൻ അംബാസിഡർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനെ തുടർന്നായിരിക്കണം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഇറാൻ സ്വീകരിക്കാൻ കാരണമായത്. റഷ്യ അർജസ് ഇറാൻ US ടോക്ക്, അതായത് അമേരിക്കയും ഇറാനും ചർച്ചയിലൂടെ കാര്യം പരിഹരിക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് റഷ്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് അസീം മുനീർ ട്രംപിനെ വിളിച്ച് സംസാരിച്ചതായിട്ടും, അതായത് ഇറാൻ ചർച്ചയ്ക്ക് വരുന്നതിന് ഈ ബ്ലോക്കേഡ് ഒരു തടസ്സമായിട്ട് നിലനിൽക്കുകയാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ മുനീർ ട്രംപിന് പാസ് ചെയ്ത് കൊടുത്തായിട്ടും, അതിനെ തുടർന്ന് ട്രംപ് ഞാനതിനെ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ നിലവിലെ സിറ്റുവേഷൻ ഇതാണെന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതായിട്ടും, നോക്കാം ലെറ്റ് us see എന്നുള്ളൊരു ഹോപ്പ് ട്രംപ് മുനീറിന് കൊടുത്തതായിട്ടും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. അത് എത്രമാത്രം എഫക്റ്റീവായിട്ട് സെൻകോം ഇതിനെ നടപ്പിലാക്കാൻ സമ്മതിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ലെവറേജ് ഇല്ല അമേരിക്കയ്ക്ക്. അമേരിക്കയുടെ ഒരേ ഒരു ലെവറേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇറാന്റെ കപ്പലുകളെ തടഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതാണ് ആകെയുള്ള ഒരു ലെവറേജ്. ആ ലെവറേജ് വിട്ടുകൊടുത്തിട്ട് ചർച്ചയ്ക്ക് പോകുന്നതിനും ഭേദം പോവാതിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ട്രംപ് ഡിപ്ലോമാറ്റിക്കലി ഒരു ആൻസറാണ് മുനീറിന് കൊടുത്തിരിക്കുന്നത്, അസീം മുനീറിന്. അത് ഇറാൻ പാകിസ്ഥാൻ ത്രൂ നല്ല രീതിയിൽ പ്രഷർ ഇടുകയാണ്. അതായത് ഞങ്ങൾ ചർച്ചയ്ക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്ലോക്കേഡ് എടുത്ത് മാറ്റണം എന്നുള്ള രീതിയിൽ ശക്തമായ രീതിയിൽ ഇറാൻ പ്രഷർ ചെയ്യുന്നുണ്ട്. ആ പ്രഷറിന് വഴങ്ങിക്കൊണ്ടായിരിക്കണം ഞങ്ങൾ അമേരിക്ക എടുത്ത് സംസാരിച്ച് നോക്കാം എന്നുള്ള തരത്തിൽ അസീം മുനീർ ട്രംപിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക. നിലവിൽ ഇറാനും അവരുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഇറാന്റെ എൻറിച്ച്ഡ് യുറേനിയം അത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ, ഞങ്ങളുടെ മണ്ണിൻ്റെ സ്വത്താണ്, ഞങ്ങളുടെ ഭൂമിയുടെ സ്വത്താണ്. ആ സ്വത്ത് ഞങ്ങൾ അന്യർക്ക് വിട്ടുതരില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വീണ്ടും ആവർത്തിച്ച് IRGC പറയുന്നുണ്ട്. യുറേനിയം ചോദിക്കാനാണ് യുദ്ധം തുടങ്ങിയത്. അതേ യുറേനിയത്തിനെ കുറിച്ചുള്ള ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് വീണ്ടും ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുറേനിയം തരില്ല എന്ന് ഓപ്പൺ ആയിട്ട് തന്നെ ഇറാൻ പറയുന്ന സ്ഥിതിക്ക് ഈ ചർച്ചയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഈ ചർച്ച എന്നുള്ള രീതിയിൽ ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം മെയിൻ ആയിട്ടുള്ള പോയിന്റ് യുറേനിയം എൻറിച്ച്മെന്റ് ആണ്. അത് ഓപ്പൺ ആയിട്ട് തരില്ല എന്ന് തുറന്ന് പറയുകയാണ് ഇറാൻ. പിന്നെ എന്ത് ചർച്ച, പിന്നെ എന്ത് കണ്ടീഷനാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, പിന്നെ എന്ത് ഡോക്യുമെന്റിൽ സൈൻ മേടിക്കാനാണ് പാകിസ്ഥാനിലേക്ക് ഇസ്ലാമാബാദ് എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. പക്ഷെ ഇതാണ് നിലവിലെ സാഹചര്യം. യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കണ്ടീഷൻ ഇല്ലാത്ത ഒരു എഗ്രിമെന്റിൽ സൈൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇസ്രായേലിനെ അങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഇറാനുമായിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് അമേരിക്ക സൈൻ ചെയ്യാനുള്ള സാഹചര്യം വളരെ വിരളമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. യുറേനിയം സെൻട്രൽ സ്പോട്ടിൽ വെച്ചിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യുറേനിയം ഞങ്ങൾ തരില്ല, ഞങ്ങൾ വീണ്ടും എൻറിച്ച്മെന്റ് ചെയ്യും, ഞങ്ങളുടെ അവകാശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാന്റെ അടുത്ത് എന്ത് നെഗോഷിയേഷനാണ്, എന്ത് തരത്തിലുള്ള എഗ്രിമെന്റ് ആണ് ഡ്രാഫ്റ്റ് ചെയ്ത് ട്രംപ് കൊടുത്തയച്ചിരിക്കുന്നത്? ഇത് ഏത് തരത്തിൽ വിജയിക്കുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്? 1-2 ദിവസങ്ങൾ, കുറച്ച് സമയം വേണമെങ്കിൽ നീട്ടി വെച്ചേക്കാം. അതിലുപരിയായിട്ട് ഈ നടക്കാൻ പോകുന്ന യുദ്ധം ഇന്നെവിറ്റബിൾ ആണെന്നാണ് മൊത്തത്തിൽ ഈ സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ ചർച്ച നടക്കുന്ന ഏരിയയിൽ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ 20,000 പേര്, പട്ടാളക്കാരും പോലീസുകാരും മൊത്തത്തിൽ 20,000 പേരെ ആ ഏരിയയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടാണ് JD വാൻസ് പോകാത്തത്. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. ഇപ്പൊ പാകിസ്ഥാന്റെ ഗവൺമെന്റിന് പാകിസ്ഥാന്റെ മിലിറ്ററിയെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് JD വാൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുക? കഴിഞ്ഞ തവണ പോയിട്ട് രക്ഷപ്പെട്ട് വന്നതിന് വലിയ കാര്യം. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് വീണ്ടും JD വാൻസ് പാകിസ്ഥാനിലേക്ക് പോകണ്ട എന്ന് തീരുമാനം ട്രംപ് എടുത്തത്. അമേരിക്ക ഇതുവരെ ഇറാനുമായിട്ട് നടത്തിയ ചർച്ചയിൽ
ഇറാന്റെ മിസൈൽ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പോയിന്റുകളും എഫക്റ്റീവായിട്ട് ഇറാന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. പിന്നെ ഇവർ എന്ത് നെഗോസിയേഷനാണ് പോകുന്നത്? ഇവർക്ക് ന്യൂക്ലിയർ എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങളുടെ കയ്യിൽ തരണം, അതുപോലെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ്, ഈ 2 പോയിന്റുകളാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇറാന്റെ മിസൈൽ പ്രൊഡക്ഷനും അതിന്റെ ദൂരപരിധി, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്. പക്ഷേ യുദ്ധം തുടങ്ങി നെഗോസിയേഷനിലേക്ക് എത്തിയ സമയത്ത് മറ്റു പല ഇമ്പോർട്ടന്റ് പോയിന്റുകളും മറന്നുപോയിരിക്കുന്നു അമേരിക്ക. ഇപ്പോൾ ഓൺലി സ്ട്രൈറ്റ് ഓഫ് ഹോർമസ്, യുറേനിയം, ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ചർച്ച. അപ്പൊ അങ്ങനെ ഇപ്പോഴും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നെക്സ്റ്റ് റൗണ്ട് ചർച്ചയെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തില്ല എന്നുള്ളതാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ഗാലിബാഫ്, അതുപോലെ തന്നെ മസൂദ് പെസസ്കിയാൻ, അബ്ബാസ് അരക്ചി, ഇവർ 3 പേർക്കും ചർച്ചയ്ക്ക് പോകണം എന്നാണ് താല്പര്യം. പക്ഷെ IRGC അനുവദിക്കുന്നില്ല. ഇതാണ് നിലവിലെ ഇറാൻ അമേരിക്ക ഇസ്ലാമാബാദ് ടോക്കുമായിട്ട് ബന്ധപ്പെട്ട വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കീ അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.